നമ്മുടെ കല്ലുമ്മക്കായല് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ വറ്റി. ഇത് ഫ്രൈ ചെയ്യണം. ഇനി ഇതെന്താ നമ്മൾ ചെയ്യാൻ പോണേ? റോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാദ്യം ചെയ്യണേ? അതാദ്യം ചെയ്യാം. അപ്പൊ ഇതാദ്യം ചെയ്യാൻ പോണ്. ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പം വെള്ളം പറ്റി അങ്ങ് ഇരിക്കുകയാണ് നമ്മുടെ ഇത്. ചീൻചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. നമുക്ക് സവോള ഇടാം. സവോള ഇടും. സവോള ഇടും. നമ്മൾ സവോള ഇട്ടു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ സവോള ഇട്ടു. ഒന്ന് വഴറ്റണം. ഇതായല്ലേ, ഇത് വറുക്കണം. അതിന് മുമ്പ് ഇത് തീർക്കാം നമുക്ക്. സവോള ഇട്ടു. അതിൻ്റെ ഇടയ്ക്കിതേ നമ്മുടെ ഒരു വലിയ ഞണ്ട് വന്നു പെട്ടിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാനാണ്? റോസ്റ്റ് ചെയ്യാല്ലേ. ഇപ്പം ആൾക്കാർക്ക് ചോദിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റോസ്റ്റ് ആവാം, ഫ്രൈ ആവാം, അല്ലെങ്കിൽ കറി ആവാം, അല്ലേ, എന്തും ആവാം. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞണ്ട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കണ്ട. നല്ല വലിയ ഞണ്ടല്ലേ, കാലൊക്കെ കിടക്ക. അപ്പോൾ ഏകദേശം നമ്മുടെ അവിടെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞണ്ട് ഇങ്ങോട്ടാണോ ഞണ്ട് ഇങ്ങോട്ടാണോ? ഇത് അങ്ങോട്ടിടാം. ഇത് അങ്ങോട്ടിടും. അപ്പം ഞണ്ടെടുത്ത് അങ്ങോട്ട് ഇടുകയാണ് അതിൻ്റെ ഇടയ്ക്ക്. ഈ ഞണ്ടും ചെറിയൊരു ഗ്രേവിയും കൂടി ചേർന്ന് ആ ഒരു എന്താ പറയുക, നമ്മുടെ സവോള വഴണ്ട സവോളയിലോട്ട് അങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ആക്കി വെക്കും. പിന്നെ വഴറ്റി റോസ്റ്റ് ആക്കുന്നത് വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ ഗ്രേവി സെപ്പറേറ്റ് ഗ്രേവി ഒരു പാത്രത്തിൽ, ഈ ഞണ്ട് വേറൊരു പാത്രത്തിലായിട്ട് വെക്കും. അപ്പോൾ ഓർഡർ അനുസരിച്ച് 2-3 ഞണ്ട് ഓർഡർ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. റെഡി ആയി പോകും. അതാണ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. റോസ്റ്റിനുള്ള ഇത് ഇങ്ങനെ സവോള വഴണ്ട സവോളയിലോട്ട് ഇട്ടു. ഗ്രേവിയും ഞണ്ടും കൂടി എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുകയാണ്. ഇച്ചിരി കറിവേപ്പില കൂട്ടങ്ങ്. നമുക്ക് ഇതിനാ സവോള ഇടുമ്പോൾ ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് ശകലം കൂടെ ഇടാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി സോട്ടാക്കുകയാണ്. ഇപ്പോൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിരിക്കും. ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ്റെ ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. സന്തോഷേട്ടൻ ഉണ്ടാക്കിയത്. സന്തോഷേട്ടൻ ഉണ്ടാക്കിയ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ആവശ്യാനുസരണം മാത്രമാണ് നമ്മൾ ഉണ്ടാക്കി ആ ഒരു എമൗണ്ട് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇവിടെ വറുത്ത് കോരണല്ലേ. ഇനി കല്ലുമ്മക്കായ ഈ ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്, ഒരു ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കല്ലുമ്മക്ക ഫ്രൈ ആയിട്ട് നമുക്ക് ആദ്യം കടായി വെച്ചിട്ടുണ്ട്. അതോടെ എണ്ണ ഒഴിക്കുക. നമ്മളിവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. സവോള ഒരു കുറച്ച് 2-3 പച്ചമുളക് കറിവേപ്പില കൂടി എടുത്ത് വാട്ടി. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലും കൂടി എടുത്തിട്ടു. ഏകദേശം ഒന്ന് വാട്ടണം. നല്ലതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകണം. തീർച്ചയായും. അപ്പോൾ ഏകദേശം നല്ലൊരു ചെറിയൊരു ബ്രൗണിഷ് ആയി വരികയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുമ്മക്കായ അതിനകത്ത് ഇടാം. ആവശ്യമുള്ള കല്ലുമ്മക്കായ എടുത്ത് അങ്ങോട്ട് ഇടുന്നു. ഓക്കെ, അതിട്ട് ഇതും ആവശ്യം അനുസരണമാണ് എടുത്ത് ഫ്രൈ ചെയ്ത് അല്ലേ? അതിനകത്ത് നമുക്ക് ഇനി കുറച്ച് മസാലകൾ, ഗരം മസാല കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ചീരകം പൊടിച്ചത് ആഡ് ചെയ്തു. ഇനി കുരുമുളക് പൊടി നന്നായിട്ട് വേണം. നന്നായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഡ്രൈ ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നു. അവർ ഗരം മസാലയും പെരിഞ്ചീരപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കണം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കല്ലുമ്മക്കായുടെ ഉണ്ടാക്കുന്ന രീതി മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. എല്ലാവർക്കും ട്രൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിന് വലിയ വേവില്ലാത്ത കാരണം ഇതിന് വെള്ളം ചേർക്കണ്ട. അതിനകത്ത് വെള്ളം തന്നെ ഊറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ തലക്കറി നമ്മുടെ നല്ല എരിവൊക്കെ ഇട്ട തലക്കറി കള്ളു കുടിക്കാൻ ഏറ്റവും അതിനും പറ്റും, അല്ലാണ്ടും പറ്റും. ഷാപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന നമ്മുടെ തലക്കറിയും നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈയും ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു മനുഷ്യട്ടാ, വളരെ നന്ദിയുണ്ട്. താങ്ക് യു സന്തോഷേട്ടാ. താങ്ക്സ് പറയട്ടോ ഒന്നുകൂടി. അപ്പോൾ എന്തായാലും താങ്ക് യു. അതായത് സന്തോഷേട്ടനും ഉണ്ട്, നമ്മുടെ മണിച്ചേട്ടനും ഉണ്ട്. എന്തായാലും വളരെ നന്ദി, എല്ലാത്തിനും താങ്ക് യു. ഞാൻ അപ്പം എന്തായാലും കഴിക്കാൻ പോവാണ്. എനിക്ക് ഇങ്ങോട്ട് തരുമോ? കഴിക്കാണ് കൂടുതൽ ഇത് ചെല്ല
വേറെ എന്തെങ്കിലും തന്നോളൂ കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. തീർച്ചയായിട്ടും ആ കരിമീൻ കൂടി. താങ്ക് യു. അപ്പൊ പ്രവീൺ ചേട്ടാ, നമ്മളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കി. നമ്മള് തലക്കറി ഉണ്ടാക്കി, നമ്മുടെ കല്ലുമക്ക ഫ്രൈ ഉണ്ടാക്കി, ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി, എല്ലാം അങ്ങനെ ഉണ്ടാക്കി സന്തോഷമായിട്ടും മനുഷ്യനും കൂടി മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ അതെങ്കിലും ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ എന്തായാലും അതിങ്ങനെ കഴിക്കണം. പിന്നെ നമ്മളിവിടെ ഇതിന് വേറെ എന്തെങ്കിലും ബ്രാഞ്ചസോ വല്ലതും ഉണ്ടോ? ബ്രാഞ്ചസ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ വേറെ കാര്യം കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ MD യും മാനേജറും വരാനുണ്ട്. പക്ഷെ അവരിപ്പോൾ എറണാകുളം എത്തിയിട്ടുള്ളൂ. ഇങ്ങോട്ടെത്താൻ കുറച്ച് സമയം പിടിക്കും. അവർ ഒഫീഷ്യലായിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എങ്കിലും സമയം കുറച്ച് അധികം എടുക്കുന്ന കാരണം നമ്മൾ വേഗം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ വേണ്ട വേറൊരു ദിവസം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. വേറെ പുതിയ ഡിഷസ് നമുക്ക് വേണ്ടി കാണിച്ചു തരും. അന്ന് MD യും GM എല്ലാവരും ഉണ്ട്. MD യുടെ പേരെന്തായിരുന്നു? MD ബൈജു. ബൈജു. GM ദിനേശ്. PM ദിനേശ്. ഓക്കെ. ആഹാ, പൊളിച്ച്. അപ്പം ഞണ്ട് റോസ്റ്റ്. എന്നാ സന്തോഷം. ഞണ്ട് റോസ്റ്റ്, പാലപ്പം, മുരാന്നിരിക്കും, കപ്പ, പൊറോട്ട. ചേട്ടാ താങ്ക് യു. എവിടെ തുടങ്ങണ്ടേ? എന്താ തുടങ്ങണ്ടേ? ഏതാണ് ഏറ്റവും പാലപ്പം എടുക്കാല്ലേ? നല്ല മൊരിഞ്ഞിരിക്കുന്നു. അതെ, നല്ല മൊരിഞ്ഞൊരു പാലപ്പം ഇരിക്കുന്നത്. കായൽ ഞണ്ടാണ്. കായൽ ഞണ്ടാണ്. അതെ, കായൽ ഞണ്ട് വെച്ചാൽ ടേസ്റ്റ് കൂടുതലാണ്. നല്ലൊരു ആ സവാളയുടെ ടേസ്റ്റ് ശരിക്കും വന്നുണ്ട്. ഞാൻ ഞണ്ടിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് പറ്റി പിടിച്ചെടുക്കുമ്പോൾ ഞണ്ടിൻ്റെ ടേസ്റ്റ് കൊടുക്കും. തലക്കറി തലക്കറി ഒന്നും നെയ്മീൻ്റെ തലയാണ്. ഓക്കെ. തലക്കറി അന്വേഷിച്ച ആൾക്കാർ വെളിയിൽ നിന്നെല്ലാം ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തിരക്കി എല്ലായിടത്തും മിക്കവരും തലക്കറിക്ക് ഭയങ്കര ഡിമാൻഡാണ്. തലക്കറി മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ഡിഷും ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അന്വേഷിച്ച് വരുവായോ. ചെറിയൊരു എരിവ് കൂടുതലുണ്ട്. കൊച്ചുകൊണ്ടേട്ടൻ തന്നെ വീണ്ടും കല്ലുമ്മക്കായ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല പുളി പിടിച്ചിട്ടുണ്ട്. എരിവും പുളിയും പിടിച്ചിട്ടുണ്ട്. കയ്യിൽ കഴിക്കുന്ന ടേസ്റ്റ് കൂടുതൽ സ്പൂണിനൊക്കെ. ഇപ്പം ഉണ്ടാക്കിയ കാരണം ആ ഒരു ഫ്രഷ്നസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. എപ്പോഴും ഓർഡർ അനുസരിച്ചാണ് മുട്ട വേണം. കുരുമുളകിൻ്റെ എരിവ് നന്നായിട്ട് കയറി കിടപ്പുണ്ട്. ഫിഷിൻ്റെ ഗ്രേവി എടുത്തു. നല്ല ഷാപ്പ് കറി, നല്ല എരിവിട്ട തലയ്ക്ക്. എരിവുണ്ട്, കുരുമുളകിൻ്റെ എരിവ്, അതിൽ മുളകിൻ്റെ എരിവ്. എരിവില്ല, പക്ഷെ നല്ല റോസ്റ്റ് ആയതുകൊണ്ട് അതിന് എരിവ്. പൊറോട്ട ഇത് തന്നെ കേട്ടോ. ഇത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. എന്തായാലും പ്രവചിക്കട്ടാ, വളരെ നന്ദിയുണ്ട്. താങ്ക് യു. പുതിയ ഫുഡാണ് സീരിയസ്ലി. വന്നാൽ നല്ലതേ ഉണ്ടല്ലോ, നല്ല ഭക്ഷണം. നമ്മുടെ കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞില്ല. ഇത് നാട്ടകം പഞ്ചായത്തിൽ, കോട്ടയത്ത് നിന്ന് 4.5 കിലോമീറ്റർ. കോട്ടയം 4 കിലോമീറ്റർ MC റോഡിൽ നാട്ടകം പഞ്ചായത്തിൽ കരിമ്പിൻ ടേസ്റ്റ് ലാൻഡ് ഉണ്ട്. കരിമീൻ ടേസ്റ്റ് ലാൻഡ് ടോഡി ഷോപ്പും ഉണ്ട്, ഇതും ഉണ്ട്. ടോഡി ഷോപ്പ് അപ്പുറത്താണ്. ഇവിടെ ഫാമിലീസ് ഒക്കെ നിറച്ച് വരും. നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടത് എന്ത് റഷാണ്. ഉള്ളിൽ നമ്മളും കണ്ടില്ല, ഓർഡറൊക്കെ പറഞ്ഞിരിക്കും. നല്ല റഷായിട്ട് മൂവ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വളരെ നന്ദി. സ്ഥലം കേട്ടല്ലോ, നിങ്ങൾക്ക് വന്നോ, നിങ്ങളുടെ വയറ് നിറച്ച് ബേട്ടൊക്കെ കഴിക്കാം. അത് നിങ്ങൾക്ക് താങ്ക് യു.